ഹറാമുകളെ ചെറുതായി കാണുക, ഹറാമ് ചെയ്ത് 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 അതിനൊരു വിലയില്ലാതാവുക. നമ്മുടെ മുൻഗാമികളെ നടുവൊടിച്ച കാര്യമാണ് ഹറാമുകളെന്ന് പറയുന്നത്. ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ തന്നെ വർഷങ്ങളോളം അവർ കരഞ്ഞതായി കാണാം. നോക്കൂ, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് 3 സ്വഹാബികൾ മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പറയത്തക്ക ഉഴുതറൊന്നില്ലാതെ, ഒഴിവുകഴിവൊന്നില്ലാതെ 3 സ്വഹാബികൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പോകാൻ വിളിച്ചിട്ടുമുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് കഅബ് ഇബ്നു മാലിക്. രണ്ടാമത്തെ ആൾ ഹിലാൽ ഇബ്നു അബി ഉമയ്യ. മൂന്നാമത്തെ വ്യക്തി മുറാറ ഇബ്നു റബിയ എന്ന 3 സ്വഹാബിമാർ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ചുള്ള ഉദ്റൊന്നും അവർക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നു. ഇവരുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളുണ്ട്. ഇവരെ പോലെ തന്നെ മുനാഫിഖീങ്ങളും യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പം മുനാഫിഖീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ ഉദ്ർ പറയാണ്, ഒഴിവൊഴിവ് പറയാണ്. റസൂലെ, ഇന്നെന്നെ കാരണം കൊണ്ട് വരാതിരുന്നത്, ഇന്നെന്നെ കാരണം കൊണ്ട് വരാൻ പറ്റാതിരുന്നത്. ഈ 3 സ്വഹാബികൾ അവരാകട്ടെ അവർ സത്യം പറഞ്ഞു. പ്രത്യേകിച്ച് ന്യായമായ ഉദ്റൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് കാലതാമസം നൽകി. അള്ളാഹുവിൻ്റെ വിധി എന്താണോ അതാണ് നിങ്ങളിൽ നാം നടപ്പാക്കുക. അള്ളാഹുവിൻ്റെ വിധി അവരെ ഹജ്ർ ചെയ്യണമെന്നായിരുന്നു. ആരും അവരോട് സംസാരിക്കാൻ പാടില്ല, അവരുമായിട്ട് ഇടപാടുണ്ടാവാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പോലും പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ വിധി. ഇതിൽ ഹിലാൽ ഇബ്നു അബി ഉമയ്യ, അദ്ദേഹം വൃദ്ധനായ വ്യക്തിയാണ്, വൃദ്ധനായ സ്വഹാബിയാണ്. ഭാര്യയുടെ പരസഹായമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നതല്ല. അങ്ങനെ ഹിലാലിൻ്റെ റളിയല്ലാഹു അൻ സായിരി സ്വഹാബ, ഹിലാലിൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഹിലാലിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളൊരു സാവകാശം തരണം, എനിക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ ഉള്ള അനുവാദം നിങ്ങൾ നൽകണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഹിലാലിൻ്റെ കാര്യം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്, മാജാല യബ്കി മുൻദു മാ കാന മിൻഹു മാ കാൻ, അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചത് അതിനുശേഷം ഇതുവരെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തെറ്റിൻ്റെ പേരിലാണ്. നമ്മളൊന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എണ്ണാൻ സാധിക്കുമോ?